കുറച്ച് ദിവസങ്ങളായി കേട്ടുപരിചയിച്ച ഒരു വാക്കാണ് കക്കുകളി നാടകം. മതപരമായ വിവാദങ്ങൾക്കാണ് ഈ കലാരൂപം വിരൽ ചൂണ്ടുന്നതും രാഷ്ട്രീയത്തിന് പ്രാധാന്യം ലഭിക്കുന്നതും. എന്താണ് ഈ കക്കുകളി നാടകം? ചരിത്രപരമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏത് രീതിയിലാണ് ഇത് സമുദായ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ഫ്രാൻസിസ് നൊറോറയുടെ ചെറുകഥയായ കക്കുകളിക്ക് നാടകാവിഷ്കാരം നൽകിയത് ജോബ് മഠത്തിലാണ്. 2014 മുതലുള്ള രചനകൾ മുൻനിർത്തി യുവ കഥാകൃത്ത് ഫ്രാൻസിസ് നൊറോറ തൊട്ടപ്പൻ എന്ന കഥാസമാഹാരം ഇറക്കി. അതിലുള്ള ഒരു കഥയാണ് കക്കുകളി. 2019 ഫ്രാൻസിസ് നൊറോറയ്ക്ക് KCBC പുരസ്കാരം നൽകി. പുരസ്കാരത്തിനൊപ്പം നൽകിയ പ്രശസ്തി പത്രത്തിൽ കക്കുകളിയിലെ വാക്യം പരാമർശിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ കക്കുകളി ക്രൈസ്തവ വിരുദ്ധമായത്? ആലപ്പുഴയിലെ തീരദേശത്തെ നിർധന കുടുംബത്തിൽ ജനിച്ച നതാലിയ മഠത്തിൽ ചേർന്നതും തുടർന്ന് അനുഭവിക്കേണ്ടി വരുന്ന യാതനകളുമാണ് കക്കുകളിയുടെ പ്രമേയം. 1980കളിൽ കഥ നെഞ്ചുതള്ളിപ്പിടിച്ച് നടക്കുന്നതും ഉറക്കെ സംസാരിക്കുന്നതും വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നതുമൊക്കെ മഠത്തിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്ന് നതാലിയെ മുതിർന്ന കന്യാസ്ത്രീകൾ ഓർമ്മിപ്പിക്കുന്നു. കക്ക് കളിച്ച് നടന്ന ഒരു 17കാരി പൊരുത്തപ്പെടാനാകാത്ത സാഹചര്യങ്ങളോട് അങ്ങനെ കലഹിക്കുന്നു. നീ കന്യാസ്ത്രീയാണോ അതോ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് കൂടെയുള്ളവർ നതാലിയോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ജീവിതത്തിന്റെ സ്വാതന്ത്ര്യബോധം അനുഭവിക്കേണ്ടി വന്ന നതാലിയ ഇതെല്ലാം കുടഞ്ഞെറിഞ്ഞ് പ്രതികരിക്കുന്നു. കന്യാസ്ത്രീ മഠത്തിൽ പോലും പുരുഷ കേന്ദ്രീകൃതമാണെന്ന് നാടകം പറയുന്നു. 1 വർഷത്തിന് മുൻപ് തട്ടിൽ കയറിയ നാടകം 3 വേദികളിൽ തിരശ്ശീലയ്ക്ക് പുറത്തോ അകത്തോ വിവാദങ്ങളുടെ കാറ്റ് വീശിയിരുന്നില്ല. തൃശൂരിലെ അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഭാഗമായി ഇറ്റഫോർണിയയിലും കക്കുകളി ഉണ്ടായിരുന്നു. വിവാദം ആദ്യം ഉയർന്നത് ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ കക്കുകളി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ അന്ന് തൃശൂർ അതിരൂപതയാണ് ആദ്യമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. വടകര ഇടച്ചേരിയിലെ പ്രദർശനത്തിനെതിരെ താമരശ്ശേരി അതിരൂപതയും പ്രതിഷേധങ്ങളുടെ കൊടുങ്കാറ്റഴിച്ചുവിട്ടു. അരങ്ങേറി വിവിധ വേദികളിൽ പിന്നിട്ട നാടകത്തിൽ ഇപ്പോൾ വിവാദം എന്താണ്? സഭ പറയുന്നത് ഇങ്ങനെ: സന്യാസ സമൂഹത്തെയും കത്തോലിക്ക സഭയെയും അപകീർത്തിപ്പെടുത്തുന്നതാണ് ഈ കൂട്ടിച്ചേർക്കലുകൾ. ഇത്തരത്തിലൊരു വിശദീകരണമാണ് സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഫ്രാൻസിസ് നൊറോറയുടെ ചെറുകഥകളെ തള്ളിപ്പറയുന്നില്ല. പക്ഷേ ജോബ് മഠത്തിലിന്റെ നാടകത്തെയാണ് അംഗീകരിക്കാൻ കഴിയാത്തത്. ഈ നിലപാടിൽ നിന്ന് അണുവിട ചലിക്കാൻ സഭ തയ്യാറല്ലെന്ന് ചുരുക്കം. ക്രൈസ്തവ വിരുദ്ധമായ ഒന്നും കക്കുകളിയിലില്ലെന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് നാടകത്തിന്റെ അണിയറ ശില്പികൾ. ഫ്രാൻസിസ് നൊറോറയുടെ ചെറുകഥയ്ക്ക് നാടകാവിഷ്കാരത്തിനപ്പുറം കൂട്ടിച്ചേർക്കലുകൾ എന്ത് പ്രസക്തിയാണ് നൽകുന്നതെന്നാണ് സംവിധായകന്റെ ചോദ്യം. മതവിമർശനങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ടതുണ്ടോ? ആവിഷ്കാര സ്വാതന്ത്ര്യം സെലക്റ്റീവ് ആക്കേണ്ട കാര്യമുണ്ടോ? വിവാദങ്ങൾക്ക് പിന്നിലും കൃത്യമായ രാഷ്ട്രീയമുണ്ടോ? സമീപകാലത്തിറങ്ങിയ സിനിമകളിൽ പലതും വിവാദത്തിന്റെ പശ്ചാത്തലം കൂടി കൂട്ടിച്ചേർക്കണം. വിവാദങ്ങൾക്ക് പിന്നിലെല്ലാം മതവാദങ്ങളും വിശ്വാസ പ്രശ്നങ്ങളുമായിരുന്നു. കക്കുകളി പ്രദർശിപ്പിക്കുന്നത് പ്രധാനമായും ഇടതുപക്ഷ പ്ലാറ്റ്ഫോമുകളിലാണ്. CPM-ഉം പോഷക സംഘടനയുമാണ് സംഘാടകരിൽ അധികവും. ഇതാണ് കത്തോലിക്ക സഭയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. ക്രൈസ്തവ സഭ BJP-യുമായി അടുക്കുന്നതിനെ ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ടോ? അതേസമയം കക്കുകളി ഒരു വിമർശനത്തിന് ഇട നൽകുന്നുണ്ടോ? നാടകമായാലും കഥയായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കേണ്ടതല്ലേ? നല്ലത് എന്നുകൂടി ചിന്തിക്കേണ്ടിയിരുന്നു. അതിനുമപ്പുറം ഇത് രാഷ്ട്രീയത്തിന്റെ വിവിധ പരിധികളിൽ നിന്നുകൊണ്ട് മാത്രമാണ് ചിന്തിക്കുന്നത്.